ഹലോ, ഇന്ന് നമുക്കൊരു അടിപൊളി യൂസ്ഫുൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ഇതെന്താ ഡേറ്റിൻ്റെ കവറായിട്ട് യൂസ്ഫുൾ പ്രോഡക്റ്റ് എന്ന് നിങ്ങൾ വിചാരിക്കും അല്ലേ? ചിലവർ വിചാരിക്കും ഈ കൊച്ച് ഉള്ള ആക്രി മൊത്തം എടുത്തുകൊണ്ട് വരുമല്ലോ, ഒരു ഡേറ്റ്സിൻ്റെ കവർ പോലും വെറുതെ വിടില്ല. ഈ ഡേറ്റ്സിൻ്റെ കവറിനൊരു പ്രത്യേകതയുണ്ട്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് മറ്റേ ഈ സിബ്ലോക്ക് എന്ന് വിളിക്കുക. ഇതിവിടെ സ്ഥലമല്ല എന്നൊക്കെ എനിക്ക് 1 സെക്കൻഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ പ്രത്യേകത ഇതാണെങ്കിൽ ഒരു കുഞ്ഞു ടേബിളാണ്, അതുകൊണ്ട് ഇതിന് സ്ഥലമില്ല, അതുകൊണ്ട് എല്ലായിടത്തും മാറ്റി വെച്ചിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഈ സിബ്ലോക്കുള്ള ഈ സാധനമില്ലേ, അതാണ് ഈ കവർ. ഇങ്ങനത്തെ സിബ്ലോക്കുള്ള കവർ ഉണ്ടെങ്കിൽ, സിബ്ലോക്ക് എന്ന് തന്നെയാണ് പറയുന്നത്, എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇങ്ങനത്തെ കവറുകളിൽ എടുത്തുകൊണ്ട് വരും നമുക്കൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാൻ ഇതെല്ലാം മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കറക്റ്റിലായി, ഇതാണ് കറക്റ്റ്. അപ്പോൾ നമുക്ക് ഈ ലൈനിൽ വെട്ടണം. ദേ ഗായ്സ്, ഞാൻ ഈ യൂസ്ഫുൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഡേറ്റ്സിൻ്റെ കവർ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തിനാണ് വെട്ടുന്നത്, എത്ര മെഷർമെൻറ്റ് എടുക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഞാനിത് വെട്ടിക്കഴിയുമ്പോൾ ഞാൻ പറയുമ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഈ ഡേറ്റ്സിൻ്റെ കവർ വെച്ച് എന്ത് ചെയ്യാനാ എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും. ഇത് വെട്ടാൻ കുറച്ച് പാടുള്ള കാര്യമാണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ലേ, അതുകൊണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വെട്ടിയെടുക്കണം. സിബ്ലോക്ക് ഉണ്ടല്ലോ, ഇതൊന്നും വെട്ടിയേക്കരുത്. നമുക്ക് ഇങ്ങനെ ആയിരിക്കും വെട്ടിക്കിട്ടേണ്ടത്. ഓക്കെ, എന്നിട്ട് ഈ സെലോ ടേപ്പ് വെച്ചിട്ട് നമുക്കിത് ഇതിൻ്റെ അടി ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കണം. കുറച്ച് പാടാണ്, കുറച്ച്. ഓക്കെ, ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ദേ നമുക്കിവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് ഞാൻ ആ പൊട്ടത്തരം മനസ്സിലാക്കുന്നത്. ഇത് കണ്ടോ, ഇവിടെ ഞാൻ കറക്റ്റാണ് ചെയ്തത്, വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ കറക്റ്റാക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ഇത് കണ്ടോ, അടി ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ, നമ്മളിന്നൊരു പൗച്ചാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ പൗച്ചിനൊരു കളറൊക്കെ വേണ്ടേ, അതിന് നമ്മളിത് ഇങ്ങനെ ചെയ്ത് ചെക്ക് വിട്ടൊരു കളിയില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇതൊന്നും നമുക്കിങ്ങനെ ഒട്ടിച്ചെടുക്കാവേ. അങ്ങനെ നമ്മൾ 2 സൈഡ് ഒട്ടിച്ചെടുത്തു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം, ഞാൻ അങ്ങനെ ഒട്ടിക്കുന്നില്ല. ഇനി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ ചെയ്യണ്ടേ, അതിനാണ് നമ്മുടെ കവായ് സ്റ്റിക്കേഴ്സ്. ഞാനും അങ്ങനെ മേടിച്ചായിരുന്നു കേട്ടോ കവായ് സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിക്കർ ഒട്ടിക്കാം. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ക്യൂട്ട് കവായ് പെണ്ണ് ഒട്ടിച്ചു കൊടുത്താലോ. കണ്ടോ, ഡോറിന് ഒട്ടിച്ചു. പിന്നെ എന്നിട്ട് നമുക്ക് ഈ അറ്റത്ത് ഒരു ബലൂൺ, ഒരെണ്ണമല്ല 3 എണ്ണം ഉണ്ട് ഗൈസ്. അങ്ങനെ വന്നപ്പോൾ നമുക്കൊരു ക്യൂട്ടായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പൗച്ച് കിട്ടിയില്ലേ. 2 സൈഡ് നമ്മൾ ചെക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കുറച്ച് സ്റ്റിക്കർ ഒട്ടിക്കണം എന്ന് പറഞ്ഞാണ് സ്റ്റിക്കറൊക്കെ എടുത്തത്. ഒട്ടിച്ചൊട്ടിച്ച് വന്നപ്പോൾ കുറച്ച് കൂടിപ്പോയി ഗൈസ്, അതാണ് സംഭവിച്ചത്. ഇത്രയും നേരം നമ്മൾ ഇരുട്ടത്തിരുന്നില്ലേ, ഞാനെന്ത് ബോധക്കേടാണ് കാണിച്ചത്. ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാൻ മറന്നുപോയി ഗൈസ് ചെറുതായിട്ട്, അതാണ് ക്ലാരിറ്റി കുറച്ച് കുറവായിരുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയണേ. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണേലും ഇടാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ 2-3 ഇതെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എടുത്തിട്ടു സ്കെയിൽ, പെൻസിൽ, എന്ത് വേണേലും ഇട്ടിട്ട് നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാം. കണ്ടോ, ക്യൂട്ടായിട്ടുള്ള പൗച്ച് റെഡി ആയില്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരിക്കലും മറക്കരുത്, ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ.